ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരി 8-ാം തീയതി നടക്കാനിരിക്കുന്ന കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഓവർസിയർ ഗ്രേഡ് 3യുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം ഇലക്ഷനായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ വീഡിയോസ് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2019 നടന്ന PWD ഇറിഗേഷൻ അതേപോലെ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ഓവർസിയർ ഗ്രേഡ് 3യുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ അടുത്ത 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുൻപത്തെ വീഡിയോസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1 മുതൽ 20 വരെയുള്ള ഭാഗങ്ങളിൽ KLDCയുടെ ഓവർസിയർ ഗ്രേഡ് 3യുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതേപോലെ തന്നെ 3rd ഗ്രേഡിന്റെ പഴയ വീഡിയോസും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. സർവേയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എ സ്റ്റാഫ് റീഡിംഗ് ടേക്കൺ ഓൺ എ ബെഞ്ച് മാർക്ക് ഷുഡ് ബി 2.627. ഇറ്റ്സ് റെഡ്യൂസ് ലെവൽ ഈസ് 150 മീറ്റർ. വാട്ട് ഷുഡ് ബി ദ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്? ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം, ഒരു ബെഞ്ച് മാർക്കിന്റെ മുകളിലായിട്ട് ഒരു സ്റ്റാഫ് വെച്ചുകൊണ്ട് ഒരു റീഡിംഗ് എടുത്തിട്ടുണ്ട് 2.627. സോ ലെറ്റ് ഇറ്റ് ബി ബാക്ക് സൈറ്റ്. ഒരു ബെഞ്ച് മാർക്കിന്റെ മുകളിൽ എടുക്കുന്ന ആ റീഡിംഗ് എന്തായിരിക്കും? യൂഷ്വലി ബാക്ക് സൈറ്റ് ആയിരിക്കും. കാരണം ആദ്യത്തെ റീഡിംഗ് കൂടുതലായിട്ട് നോൺ എലിവേഷനിലേക്ക് എടുക്കുകയുള്ളൂ. സോ അങ്ങനെ നോൺ എലിവേഷനെയാണ് നമ്മൾ ബെഞ്ച് മാർക്ക് എന്ന് വിളിക്കുക. ബെഞ്ച് മാർക്കിൽ എടുക്കുന്ന സ്റ്റാഫ് റീഡിംഗ് എന്താണ്? ബാക്ക് സൈറ്റ് ആണ്. ആ ബെഞ്ച് മാർക്കിന്റെ റെഡ്യൂസ് ലെവൽ തന്നിട്ടുള്ളത് 150 മീറ്റർ ആണ്. അങ്ങനെ 150 മീറ്റർ റെഡ്യൂസ് ലെവൽ തരികയാണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്കിവിടെ ബാക്ക് സൈഡ് 2.627 എന്ന് തന്നിട്ടുണ്ട്. റെഡ്യൂസ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്ക് 150 മീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. ഇനി എങ്ങനെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിക്കാം? റെഡ്യൂസ് ലെവൽ ഓഫ് ദി ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കിട്ടും. സോ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് വിൽ ബി 150 പ്ലസ് 2.627. 152.627 എന്നാണ് ഉത്തരം വരിക. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 152.627 മീറ്റർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻ EDM സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് EDM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോ EDM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മീറ്റർ എന്നും നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം. അപ്പൊ എന്താണ് ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മീറ്റർ? ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി, സ്ലോപ്പ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് EDM എന്നുള്ളത്. അപ്പൊ ഇലക്ട്രോണിക്കലി എന്ത് ചെയ്യും? ഇത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം EDM വർക്ക് ചെയ്യുന്നത് ഡബിൾ ട്രാൻസിറ്റ് ടൈം ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിന്റെ വെലോസിറ്റിയും ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ വെലോസിറ്റിയും അതേപോലെ തന്നെ എത്ര ടൈം എടുത്തിട്ടാണ് അത് തിരിച്ചു വരുന്നത്, ആ ലൈറ്റ് റേ തിരിച്ച് അതേ മെഷീനിലോട്ട് വരുന്നത് എന്നുള്ള ആ ഡബിൾ ട്രാൻസിറ്റ് ടൈമും വെലോസിറ്റിയും വെച്ചുകൊണ്ടാണ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻസ്ട്രുമെന്റ്. സോ EDM വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. നമ്മളുടെ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റിൽ EDM വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, ഇനി EDM സെപ്പറേറ്റ് ആയിട്ട് ടോട്ടൽ സ്റ്റേഷന്റെ കൂടെ അല്ലാതെയും EDM ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാറുണ്ട് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏത് ഡിസ്റ്റൻസ് വേണമെങ്കിലും EDM എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യാം. ഇലക്ട്രോണിക്കലി കൂടുതൽ ആക്യുറേറ്റ് ആയിരിക്കും. അതിന് ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് ഉണ്ടാവുക. സോ എളുപ്പത്തിൽ അതിന്റെ ആൻസർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ കഴിയും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മോഡേൺ ഇൻസ്ട്രുമെന്റ് ഇൻ സർവേയിങ്. സർവേയിങ്ങിൽ ഉപയോഗിക്കുന്ന മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മോഡേൺ ഇൻസ്ട്രുമെന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ടോട്ടൽ സ്റ്റേഷൻ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് EDM ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മീറ്റർ ആൻഡ് ആൻ ഇലക്ട്രോണിക് തിയോഡലൈറ്റ്. ഒരു ഇലക്ട്രോണിക് തിയോഡലൈറ്റിന്റെയും EDM ഇൻസ്ട്രുമെന്റിന്റെയും കോമ്പിനേഷനെയാണ് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. സോ ടോട്ടൽ സ്റ്റേഷന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ചെയ്യുന്ന എല്ലാ സർവേയും എന്ത് ചെയ്യാം? ടോട്ടൽ സ്റ്റേഷൻ സർവേ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. പ്ലെയിൻ ടേബിൾ ആണെങ്കിലും കോമ്പസ് സർവേ ആണെങ്കിലും. എങ്ങനെയാണ് ടോട്ടൽ സ്റ്റേഷൻ ഈ വാല്യൂസ് ഒക്കെ ഡിഡ്യൂസ് ചെയ്തെടുക്കുന്നത്? എല്ലാ പോയിന്റിൽ നിന്നും ഏതൊരു പോയിന്റിലേക്ക് സൈറ്റ് ചെയ്താലും അവിടെ 3 ഫണ്ടമെന്റൽ ആയിട്ടുള്ള മെഷർമെന്റ് ആണ് ടോട്ടൽ സ്റ്റേഷൻ മെഷർ ചെയ്യുക. ഹൊറിസോണ്ടൽ ആംഗിൾ, വെർട്ടിക്കൽ ആംഗിൾ ആൻഡ് സ്ലോപ്പ് ഡിസ്റ്റൻസ്. ഈ 3 റീഡിങ്ങുകളെയാണ് ഫണ്ടമെന്റൽ വാല്യൂസ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റീഡിങ്സ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. സോ ഈ 3 റീഡിംഗ് എടുത്തുകൊണ്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ടോട്ടൽ സ്റ്റേഷൻ എന്ന് പേര് വരാൻ തന്നെ കാരണം എന്താണ്? അതെല്ലാ
ടൈപ്പ് ഓഫ് സർവേയിങ്ങും നമുക്ക് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, വാട്ട് ഈസ് എ ഡിജിറ്റൽ തിയോഡലൈറ്റ്? ഡിജിറ്റൽ തിയോഡലൈറ്റിന്റെ പ്രത്യേകത നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ട്രാൻസിറ്റ് തിയോഡലൈറ്റുകളിൽ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആംഗിൾസ് മെഷർ ചെയ്യാൻ പറ്റും. നമ്മൾ പക്ഷേ പ്ലേറ്റ് റീഡ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആംഗിൾസ് മെഷർ ചെയ്യുന്നത്. എന്നാൽ ഇലക്ട്രോണിക് തിയോഡലൈറ്റിൽ ഇലക്ട്രോണിക്കലി എന്ത് ചെയ്യും, നമ്മുടെ ഈ ടോട്ടൽ സ്റ്റേഷൻ പോലെ തന്നെയാണ് ഇരിക്കുക, പക്ഷെ അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സാൻഡ്സ്റ്റോൺ സാൻഡ്സ്റ്റോൺ ഏത് ടൈപ്പ് റോക്ക് ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇഗ്നിയസ് ആണോ, മെറ്റമോർഫിക് ആണോ, അതോ സെഡിമെന്ററി ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ സാൻഡ്സ്റ്റോൺ എന്നുള്ളത് നമുക്കറിയാം ഒരു സെഡിമെന്ററി റോക്കാണ്. ലൈംസ്റ്റോണും സാൻഡ്സ്റ്റോണും ഒക്കെ എന്താണ്, സെഡിമെന്ററി റോക്കാണ്. സെഡിമെന്ററി റോക്ക് എന്ന് പറഞ്ഞാൽ പാരന്റ് റോക്ക് ഡിസിന്റഗ്രേറ്റ് ചെയ്ത് അതിന്റെ പാർട്ടിക്കിൾസ് സെഡിമെന്റ് ചെയ്തുകൊണ്ട് ഉണ്ടാവുന്ന റോക്കിനെയാണ് സെഡിമെന്ററി റോക്ക് എന്ന് പറയാം. ഇത് എന്താണ്, ഒരു ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് സെഡിമെന്ററി റോക്ക് എന്നുള്ളത്. ഇനി വാട്ട് ഈസ് ഇഗ്നിയസ് റോക്ക്? ഇഗ്നിയസ് റോക്കിന് നമുക്ക് വേണമെങ്കിൽ വോൾക്കാനിക് റോക്ക് എന്ന് പറയാം. അതായത് മോൾട്ടൺ ലാവയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എന്ത്, ഇഗ്നിയസ് റോക്ക്. അതേപോലെ തന്നെ മെറ്റമോർഫിക് റോക്ക്, മെറ്റമോർഫിക് ആക്ഷൻ കാരണം ഉണ്ടാകുന്ന റോക്കുകളാണ് മെറ്റമോർഫിക് റോക്കുകൾ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ വെൽ സീസൺഡ് ടിമ്പർ മെ കണ്ടെയ്ൻ മോയ്സ്ചർ അപ് ടു. ഒരു വെൽ സീസൺഡ് ടിമ്പറിൽ എത്രയാണ് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. എന്താണ് സീസണിങ് ഓഫ് ടിമ്പർ എന്ന് നമ്മൾ പലതവണ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ടിമ്പർ എന്താണ്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ആണ്. ആ ബിൽഡിംഗ് മെറ്റീരിയലിൽ നമ്മൾ സീസൺ ചെയ്യുക, ടിമ്പറിന് എന്ത് ചെയ്യും, സീസൺ ചെയ്യും. എന്താണ് സീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ടിമ്പർ മരം എന്ന് പറയുന്നത് ഒരു ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയൽ ആണ്. അതായത് വെള്ളത്തിനെ അബ്സോർബ് ചെയ്യാനും ഹീറ്റ് വരുമ്പോൾ വെള്ളത്തിനെ റിലീസ് ചെയ്യാനും കഴിയുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ടിമ്പർ എന്നുള്ളത്. സോ നമ്മളുടെ ഇന്ത്യൻ കണ്ടീഷനിൽ അതിനെ 8 മുതൽ 12% വരെ സാപ്പിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സിനെയാണ് സീസണിങ് എന്ന് പറയാം. നമുക്ക് മരത്തിൽ വെള്ളം ഉണ്ടാവും, ഓൾമോസ്റ്റ് ഒരു 50% വെള്ളം എന്തുണ്ടാവും, ടിമ്പറിലുണ്ടാവും. ആ ടിമ്പറിലുള്ള വെള്ളത്തിനെ നമ്മൾ 10 മുതൽ അല്ലെങ്കിൽ 8 മുതൽ 12% വരെ വെള്ളം ആക്കി മാറ്റുന്നതിനെ, സാപ്പ് ആക്കി അല്ലെങ്കിൽ സാപ്പ് റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സീസണിങ് എന്ന് പറയാം. അപ്പൊ ഇവിടുത്തെ ചോദ്യം ഇതാണ്, വെൽ സീസൺഡ് ടിമ്പറിൽ മോയ്സ്ചർ കണ്ടന്റ് എത്രയാണ് ഉണ്ടാവുക, അതായത് സീസൺ ചെയ്ത് കഴിഞ്ഞ ടിമ്പറിൽ എത്രയാണ് വാട്ടർ കണ്ടന്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. നമ്മൾ ഇതിനെ പഠിക്കുന്നത് 8 മുതൽ 12% വരെ എന്നാണ്. 8 മുതൽ 12% വരെ. പക്ഷെ ഓപ്ഷനിൽ സിയും ഡിയും നോക്കിക്കഴിഞ്ഞാൽ 8 to 10 ഉം 10 to 12 ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ ഓപ്റ്റ് ചെയ്യേണ്ട ആൻസർ എന്ന് പറയുന്നത് 10 to 12% ആണ്. അതായത് 10 മുതൽ 12% വരെ വെള്ളമാക്കി അല്ലെങ്കിൽ സാപ്പ് മാത്രം വെച്ചുകൊണ്ട് ബാക്കിയുള്ള സാപ്പിനെ റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സീസണിങ് ഓഫ് എ ടിമ്പർ എന്ന് പറയാം. മോയ്സ്ചർ കണ്ടന്റ് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യല്ല, മറിച്ച് 10 മുതൽ 12% വരെ മോയ്സ്ചർ കണ്ടന്റിലേക്ക് താത്തി കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ സീസണിങ് ഓഫ് എ ടിമ്പർ എന്ന് പറയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മോസ്റ്റ് കോമൺലി യൂസ്ഡ് സോൾവെന്റ് ഇൻ ഓയിൽ പെയിന്റ്. ഓയിൽ പെയിന്റിൽ ഉപയോഗിക്കുന്ന മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സോൾവെന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. എല്ലാവർക്കും ഇതിന് ആൻസർ അറിയുന്നുണ്ടാവും. അതാണ് ടർപ്പന്റൈൻ. ടർപ്പന്റൈൻ ഒരു തിന്നറാണ് അല്ലെങ്കിൽ സോൾവെന്റ് ആണ്, അല്ലേ? നമ്മൾ പെയിന്റുകളിലൊക്കെ പെയിന്റിന്റെ വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്, ഒരു ലിക്വിഡ് ആണ് എന്ത്, ടർപ്പന്റൈൻ എന്നുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പെർസെന്റേജ് ഓഫ് സിലിക്ക ഇൻ ഗുഡ് ബ്രിക്ക് എർത്ത് ഷുഡ് വേരി ഫ്രം. ഒരു ബ്രിക്ക് എർത്തിൽ എത്രയാണ് സിലിക്കയുടെ പെർസെന്റേജ് ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ 50 to 60% ആണ്. ഏറ്റവും കൂടുതൽ സിലിക്കയാണ് നമ്മുടെ ബ്രിക്കിലുള്ളത്. അതിനുശേഷം അലൂമിനയാണ് ചീഫ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. ഈവൻ ദോ അലൂമിന എന്താണ്, സിലിക്കേനേക്കാൾ കുറവാണുള്ളത് എങ്കിൽ കൂടിയും ചീഫ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് അലൂമിനയാണ്. എന്നാൽ സിലിക്ക ഒരു മേജർ കണ്ടന്റ് ആണ് ബ്രിക്കിൽ. അപ്പൊ നമുക്കറിയാം, ചൂടാക്കുന്ന സമയത്ത് ബ്രിക്ക് ചൂടാക്കുന്ന സമയത്ത് ഫ്ലക്സ് പോലെ ആക്ട് ചെയ്യുന്ന ഒന്നാണ് ലൈം എന്നുള്ളത്. ബ്രിക്കിൽ ഉപയോഗിക്കുന്ന ലൈം എന്ന് പറയുന്നത് വളരെ ചെറിയ കണ്ടന്റ് മാത്രമേ ലൈം ഉണ്ടാവുള്ളൂ, ഒരു 5% താഴെ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്താണ്, ലൈമാണ് സിലിക്ക എന്താണ് ചൂടാവാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഒരു ഫ്ലക്സ് പോലെ ആക്ട് ചെയ്യുന്നത് എന്താണ്, ലൈമാണ്. അപ്പോൾ സിലിക്കയാണ് മേജർ കണ്ടന്റ്, പക്ഷെ അലൂമിനയാണ് ചീഫ് ഇൻഗ്രീഡിയന്റ് അല്ലെങ്കിൽ ചീഫ് കണ്ടന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൗണ്ട്നെസ് ടെസ്റ്റ് ഓഫ് സിമെന്റ് ഈസ് ക്യാരിഡ് ഔട്ട് ടു ഡിറ്റർമിൻ. സൗണ്ട്നെസ് ടെസ്റ്റ് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, സൗണ്ട്നെസ് ടെസ്റ്റ് എന്ന് പറയുന്നത് സിമെന്റിന്റെ എക്സ്പാൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ്. സാധാരണയായിട്ട് പ്രസൻസ് ഓഫ് ഫ്രീ ലൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ലേഷാറ്റ്ലിയർ അപ്പാരറ്റസ്
നമ്മൾ ഉപയോഗിക്കുന്നത്. ലെ ഷാറ്റ്ലിയർ അപ്പാരറ്റസ് ആണ് നമ്മൾ സൗണ്ട്നെസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ഓട്ടോക്ലേവ് അപ്പാരറ്റസ് ആണ് നമ്മൾ പ്രസൻസ് ഓഫ് മെഗ്നീഷ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്രീ ലൈം കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് സൗണ്ട്നെസ് ടെസ്റ്റ് ആണ്. ഓക്കെ, ആൻഡ് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് എന്ന് പറയുന്നത് ലെ ഷാറ്റ്ലിയർ അപ്പാരറ്റസ് ആണ്. നമുക്കറിയാം അതിന്റെ അപ്പാരറ്റസ് ഈ ഫിഗറിൽ കാണിക്കുന്നതാണ് എന്ത് സൗണ്ട്നെസ് ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ലെ ഷാറ്റ്ലിയർ അപ്പാരറ്റസ്. അതിൽ നമ്മൾ സിമെന്റ് മിക്സ് ചെയ്തിട്ട് ആ സിലിണ്ടറിൽ നിറയ്ക്കും, എന്നിട്ട് 24 മണിക്കൂർ വെള്ളത്തിൽ മുക്കി വെക്കും. എന്നിട്ട് അത് എടുക്കുമ്പോൾ 10 mm കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, അതിന്റെ എക്സ്പാൻഷൻ ഉണ്ടാവാൻ പാടില്ല. അതാണ് ശരിക്കും ലെ ഷാറ്റ്ലിയർ അപ്പാരറ്റസിലൂടെ അല്ലെങ്കിൽ സൗണ്ട്നെസ് ടെസ്റ്റിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി ഇനീഷ്യൽ സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിക്കറ്റ് അപ്പാരറ്റസ് ആണ്. അൾട്ടിമേറ്റ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് കോൺക്രീറ്റിന്റെയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റിംഗ് മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ട് ബ്രിക്ക് ബ്രേക്ക് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻ എക്സാമ്പിൾ ഫോർ 4 സെന്റേർഡ് ആർച്ചിസ്. 4 സെന്റർ ഉള്ള ആർച്ചിന്റെ എക്സാമ്പിൾ എന്താണ് എന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ വെനീഷ്യൻ ആർച്ച് എന്നുള്ളതാണ്. വെനീഷ്യൻ ആർച്ച് എന്താണ്? ഒരു 4 സെന്റേർഡ് ആർച്ചാണ്. വെനീഷ്യൻ ആർച്ചിന് 4 ആർക്കുകൾ ഉണ്ടാവും, അതുകൊണ്ടാണ് അതിന് 4 സെന്ററുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, വെനീഷ്യൻ ആർച്ചിന്റെ മറ്റൊരു പേരാണ് ടുഡോർ എന്നുള്ളത്. അപ്പൊ വെനീഷ്യൻ ആർച്ച് ഒരു 4 സെന്റേർഡ് ആർച്ചാണ്. ഇനി വാട്ട് ഇസ് എ ഫ്ലോറന്റൈൻ ആർച്ച്? ഫ്ലോറന്റൈൻ ആർച്ച് എന്ന് പറയുന്നത് ഒരു 3 സെന്റേർഡ് ആർച്ചാണ്. ഫ്ലോറന്റൈൻ ആർച്ചിന്റെ പ്രത്യേകത ഇൻട്രഡോസ് എന്തായിരിക്കും? സെമി സർക്കിൾ ആയിരിക്കും. അതിന്റെ ഔട്ടർ അല്ലെങ്കിൽ എക്സ്ട്രഡോസ് എന്നുള്ളതിൽ 2 ആർക്കുകൾ വരും. അങ്ങനെ മൊത്തം 3 ആർക്കുകൾ വരും. സോ ഒരു 3 സെന്റേർഡ് ആർച്ചാണ് ഫ്ലോറന്റൈൻ ആർച്ച് എന്നുള്ളത്. ഇനി വാട്ട് ഈസ് സെഗ്മെന്റൽ ആർച്ച്? സെഗ്മെന്റൽ ആർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആർച്ചാണ് സെഗ്മെന്റൽ ആർച്ച്. അതിന് സ്പ്രിംഗിംഗ് ലൈനിന്റെ താഴെയായിട്ട് ഒരൊറ്റ സെന്റർ മാത്രമേ സെഗ്മെന്റൽ ആർച്ചിന് ഉണ്ടാവുകയുള്ളൂ. ഇനി വാട്ട് ഈസ് പോയിന്റഡ് ആർച്ച്? പോയിന്റഡ് ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എൻഡ് പോയിന്റഡ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഓഫ് ആർച്ചാണ് എന്ത് പോയിന്റഡ് ആർച്ച് എന്നുള്ളത്. പോയിന്റഡ് ആർച്ച് 2 സെന്റേർഡ് ഉണ്ട്, 2 സെന്ററുകൾ ഉണ്ടാവും, 2 ആർക്കുകളാണ് എന്ത് ചെയ്യുക അതിന് ഉണ്ടാവുക. യൂഷ്വലി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് ഉണ്ടാവുക 3 പോയിന്റുകൾ ജോയിൻ ചെയ്യുമ്പോൾ. ഒരു പോയിന്റഡ് ആർച്ചിൽ എന്താണ് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ ലാൻസെറ്റ് ആർച്ച് എന്ന് നമ്മൾ പറയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റാങ്കിൻസ് ഫോർമുല ഈസ് യൂസ് ടു ഫൈൻഡ് ഔട്ട്. എന്തിനു വേണ്ടിയിട്ടാണ് റാങ്കിൻസ് ഫോർമുല ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. റാങ്കിൻസ് ഫോർമുല ഉപയോഗിക്കുന്നത് മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഫൗണ്ടേഷന്റെ ഡെപ്ത് കാണാനാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം അത് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫൗണ്ടേഷന് എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഡെപ്ത് കൊടുക്കാം. എന്നാൽ മിനിമം എത്ര ഡെപ്ത് ആണ് ഒരു ഫൗണ്ടേഷന് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് റാങ്കിൻസ് ഫോർമുല നമ്മൾ ഉപയോഗിക്കുന്നത്. റാങ്കിൻസ് ഫോർമുല എല്ലാവർക്കും അറിയാം. P/W × 1 - sin phi / 1 + sin phi the whole square എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട് ഇല്ലേ? ആ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോയിലിന്റെ ബെയറിംഗ് കപ്പാസിറ്റി, അതിന് മുകളിൽ വരുന്ന ലോഡും അതേപോലെ തന്നെ ആംഗിൾ ഓഫ് റിപ്പോസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ കണ്ടുപിടിക്കും. അതാണ് റാങ്കിൻസ് ഫോർമുല. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.